students, today we will learn a new topic based on chemistry. It's a very simple topic based on bakery and bakery products. Baker's yeast fermentation. Okay, let me start. Fermentation. Fermentation is a chemical process and the glucose molecules are broken down anaerobically. It is a biochemical process that gets energy from carbohydrates and does not require oxygen. Okay, it's a very simple definition. Fermentation is a chemical process and the glucose molecules are broken down in the absence of oxygen. It's simply then glucose gives ethanol plus carbon dioxide plus energy. That is C6H12O6 gives 2C2H5OH plus 2CO2 plus energy. ഓക്കെ, അപ്പോൾ കുട്ടികളെ ഇനി പുളിപ്പിക്കൽ എന്താണെന്ന് വ്യക്തമായി നമുക്കൊന്ന് മനസ്സിലാക്കിയാലോ, പറഞ്ഞു നോക്കിയാലോ. ബേക്കേഴ്സ് ഈസ്റ്റ്, അതിന്റെ പുളിപ്പിക്കൽ. ഏറ്റവും സിമ്പിളായിട്ട് ലളിതമായിട്ട് ഇത് പറഞ്ഞു തരാം. പുളിപ്പിക്കൽ എന്ന രാസപ്രവർത്തനത്തിൽ ഗ്ലൂക്കോസ് തന്മാത്രകളെ വായുവിന്റെ അഭാവത്തിൽ വിഘടിപ്പിക്കുന്നു. ഇനി പുളിപ്പിക്കൽ ഒരു ജൈവരാസപ്രവർത്തനമാണ്, ഒരു പ്രക്രിയയാണ്. ഇതിൽ ഊർജം വേർതിരിച്ചെടുക്കുന്നത് ഓക്സിജന്റെ അഭാവത്തിൽ കാർബോഹൈഡ്രേറ്റുകളിൽ നിന്നാണ്. ഇനി ഗ്ലൂക്കോസ്, അതിന് വേർതിരിച്ചെടുക്കുന്നത് എന്തൊക്കെയായിട്ടാണ്? എഥനോൾ, ഒപ്പം കാർബൺ ഡൈ ഓക്സൈഡ്, കൂടെ ഊർജവും. അതായത് C6H12O6 gives 2C2H5OH plus 2CO2 plus energy. നമ്മൾ ഏറ്റവും ലളിതമായിട്ട് പുളിപ്പിക്കലിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? പാലിനെ തൈരാക്കുന്നത് ഒരു പുളിപ്പിക്കലാണ്. അരിമാവ് വെച്ച് ദോശ ഉണ്ടാക്കാൻ നോക്കുന്നത് അത് പുളിപ്പിക്കൽ പ്രവർത്തനത്തിന് മറ്റൊരു ഉദാഹരണമാണ്. ഇനി മറ്റ് നിരവധി ഉദാഹരണങ്ങൾ പുളിപ്പിക്കലുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കണ്ടെത്തും. Then the Baker's yeast classification. It is classified on the basis of the moisture contents. Dry yeast, cream yeast, compressed yeast are different forms of yeast. Dry yeast forms are good choices for long-term storage in room temperatures. Baker's yeast, അതിന്റെ തരംതിരിക്കൽ അഥവാ വേർതിരിക്കൽ എന്താണെന്ന് പറഞ്ഞു നോക്കിയാലോ. എന്താണ്? ഈസ്റ്റുകളെ വേർതിരിക്കുന്നത് അതിനകത്തുള്ള ജലാംശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇനി ഡ്രൈ ഈസ്റ്റ്, ക്രീം ഈസ്റ്റ്, കംപ്രസ്ഡ് ഈസ്റ്റ് എന്നിവയാണ് വിവിധ തരം ഈസ്റ്റുകൾ. ഇനി ദീർഘകാലങ്ങൾ അഥവാ വർഷങ്ങൾ സാധാരണ അന്തരീക്ഷ ഊഷ്മാവിൽ സൂക്ഷിക്കുന്നതിന് ഡ്രൈ ഈസ്റ്റുകളാണ് കൂടുതൽ ഉചിതം. ഈ ഭാഗം മനസ്സിലായില്ലേ? Then next is the factors affecting by fermentation process. In this concept we realize the factors affecting by fermentation processes. That is, the temperature and pH level are the factors plays a significant role in the fermentation process. പുളിപ്പിക്കലിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി നോക്കിയാലോ. എന്തൊക്കെയാണ്? താപം, പിന്നെ pH നിരക്ക് എന്നിവയാണ് പുളിപ്പിക്കലിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഈ ഭാഗം നന്നായി മനസ്സിലായില്ലേ? വളരെ ലളിതമാണിത്.
Then baker's yeast, the reason for naming. Brewer's yeast or baker's yeast is responsible for the fermentation process. It is used in alcoholic fermentation and bread baking. Saccharomyces cerevisiae are commonly used in fermentation. ഇനി ബേക്കേഴ്സ് ഈസ്റ്റ്, പേരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ബ്രൂവേഴ്സ് ഈസ്റ്റ് അഥവാ ബേക്കേഴ്സ് ഈസ്റ്റ് പുളിപ്പിക്കലിൽ നിർണായക പങ്ക് വഹിക്കുന്നു. ആൽക്കഹോൾ, പുളിപ്പിക്കൽ, ബ്രെഡ് ബേക്കിംഗ് എന്നിവയ്ക്കാണ് ഇവ കൂടുതൽ ഉപയോഗിക്കുന്നത്. സക്കാരോമൈസസ് സെർവേസിയ എന്ന സ്പീഷീസ് ഈസ്റ്റ് കൂടുതലായും പുളിപ്പിക്കലിന് ഉപയോഗിക്കുന്നു. അങ്ങനെയൊക്കെയാണ് ഈ ബേക്കേഴ്സ് ഈസ്റ്റ്, ബ്രൂവേഴ്സ് ഈസ്റ്റ് എന്ന പേര് വന്നത്. അപ്പൊ ഇക്കാര്യം മനസ്സിലായല്ലോ. രസകരമായ ഈ പേരിടലിനെ പറ്റിയിട്ട് മനസ്സിലായില്ലേ? Then yeast propagation. Steps. In the absence of oxygen, yeast ferments sugar to form alcohol. This is the first step. Then, second step. In the presence of oxygen, it propagates itself by body. Then, look at the picture. The first one is bud begins to form on parent cell. Nucleus formation and divides. Bud formation starts. Then bud separation and daughter cell formation. Then in the last on the process is the body produces development of the various cells. Okay. ഇനി ഈസ്റ്റ് വളർച്ചാ ഘട്ടങ്ങൾ പറഞ്ഞു നോക്കിയാലോ. ആ പ്രക്രിയയുടെ ഓരോരോ ഘട്ടങ്ങളിലേക്ക്. ആദ്യം ഓക്സിജന്റെ അഭാവത്തിൽ ഈസ്റ്റ് പുളിപ്പിക്കൽ പ്രക്രിയയ്ക്ക് വിധേയമായി ഗ്ലൂക്കോസിനെ ആൽക്കഹോൾ ആക്കുന്നു. ഇനി ഓക്സിജന്റെ സാന്നിധ്യത്തിൽ ഈസ്റ്റ് വളർച്ച നടക്കുന്നു. ഇനി ഈ ചിത്രം നോക്കൂ, അത് നന്നായി മനസ്സിലാക്കൂ. എന്നിട്ട് ഇതെന്താണെന്ന് നമുക്ക് പഠിക്കാം. മാതൃകോശത്തിൽ നിന്ന് പുതിയ മുകുളങ്ങൾ ഉണ്ടാകുന്നു, ഇല്ലേ? ഇനി അടുത്തത് ന്യൂക്ലിയസ് ഉണ്ടാകുന്നു, മുകുളങ്ങൾ വേർതിരിയുന്നു. മുകുളങ്ങൾ വേർതിരിച്ച് പുതിയ ജീവകോശം ഉണ്ടാകുന്നു. ഇനി വളർച്ചയുടെ ഏറ്റവും അവസാന ഘട്ടം, അവിടെ എന്താണ്? കൂടുതൽ ജീവകോശങ്ങൾ ഉണ്ടാകുന്നു. The last part is yeast fermentation and the widely used applications. Yeast fermentation is widely used in industries for wine making, biofuel production, non-alcoholic drinks formation, soft drinks formation, appam making, baking breads, biscuits, etc. and etc. ഇനി ഈസ്റ്റ് പുളിപ്പിക്കൽ അവയുടെ ഉപയോഗങ്ങൾ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കി നോക്കിയാലോ. വൈൻ നിർമ്മാണം, ജൈവ ഇന്ധന നിർമ്മാണം, ആൽക്കഹോളിക് അല്ലാത്ത പാനീയ നിർമ്മാണം, ശീതളപാനീയ നിർമ്മാണം, അപ്പമാവ് നിർമ്മാണം, ബ്രെഡ്, ബിസ്ക്കറ്റ് ബേക്കിംഗ് എന്നിവയ്ക്ക് ഈസ്റ്റ് പുളിപ്പിക്കൽ ഉപയോഗിക്കുന്നു. ഇനിയും ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഈസ്റ്റ് പുളിപ്പിക്കലുമായി ബന്ധപ്പെട്ടിട്ട് നിത്യജീവിതത്തിലും അല്ലാതെയും ചെയ്യുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ കണ്ടെത്തും. രസകരമായി ഈ ഭാഗങ്ങൾ മനസ്സിലാക്കിയില്ലേ? അപ്പൊ ഇനി വീണ്ടും കാണാം. താങ്ക്സ്.